കല്ലൂസിൻ്റെ ആദ്യത്തെ ഓണമാണ്. അപ്പോൾ നമ്മൾ കല്ലൂസിൻ്റെ അമ്മമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ്. എല്ലാവരും നമ്മളെ നോക്കിയിരിക്കുക അവിടെ. അപ്പോൾ നമ്മളിതേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെന്നപ്പം എല്ലാവരും ഇന്ന് ഫ്രണ്ടിലുണ്ട്. അപ്പായും ചേച്ചിയും എല്ലാവരും ഒന്ന് നമ്മളെ നോക്കിയിരിക്കുമായിരുന്നു. എല്ലാവരും ഓണക്കോടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക എല്ലാവരും. അപ്പോൾ എല്ലാവരും ഓണക്കോടി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് നോക്കിയത് കല്യാണിയുടെ അമ്മമ്മയും അച്ചച്ചയും അമ്മമ്മയുടെ അമ്മയും എല്ലാവരും ഇങ്ങനെ വാതിക്കലിരിക്കും. നമ്മളെല്ലാവരും വന്നു കഴിഞ്ഞാൽ ആദ്യം വാതിക്കലിരുന്ന് കുറേ നേരം വർത്താനം പറഞ്ഞിട്ടൊക്കെ അകത്തോട്ട് കയറുകയുള്ളൂ. അത് കഴിഞ്ഞ് അപ്പായതേൻ്റെ ഇല വെട്ടിക്കൊണ്ട് വന്നു. നമ്മുടെ സദ്യക്കുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഓരോന്നായിട്ട് കാണിക്കാം. ചോറ്, ഉപ്പേരി, പരിപ്പ്, കാളൻ, തോരൻ, മെഴുക്ക് വരട്ടി, ഇഞ്ചിക്കറി, പച്ചമോര്, അച്ചാറ്, ഉപ്പ്, സാമ്പാർ, അവിയൽ, അവസാനം പായസം, പപ്പടം, ഇല, വെള്ളം എല്ലാം റെഡിയാക്കി വെച്ചേക്കുക. എല്ലാം എടുത്ത് വെച്ചു. ഇരിക്കാനുള്ള എല്ലാം റെഡിയായി. ഓരോന്നായിട്ട് വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഉപ്പ് വിളമ്പി, പിന്നെ ഉപ്പേരി, പിന്നെ മെഴുക്ക് വരട്ടി, തോരൻ, അവിയൽ, പപ്പടം, ചോറ്, പരിപ്പും കൂട്ടി ആദ്യം കല്യാണിക്ക് ചോറ് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ കല്യാണി നമ്മൾ ഇരുത്തി. അവളങ്ങനെ ചോറ് കഴിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല തന്നെ. അപ്പം ആദ്യം അവൾ ഇരുന്ന് എല്ലാം നോക്കി ചോറയിലും പപ്പടത്തിലും ഒന്ന് പിടിച്ച് ഞെരുക്കി. അത്രേ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അവളെ മടിയിലിരുത്തി അവൾക്ക് ഇച്ചിരി എല്ലാത്തിനും ഇച്ചിരി കൊടുത്തു. അങ്ങനെയാണ് ആദ്യമായിട്ട് കല്യാണിയുടെ ഓണം കൊണ്ടാടിയത്. അപ്പോൾ ഇതേ കല്യാണി കഴിക്കാൻ വേണ്ടി നോക്കിയിരിക്കുവാണേ. എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു. ഓരോ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന എല്ലാവരും അങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുവാണേ. ഞങ്ങൾക്ക് അമ്മമ്മയും ചേച്ചിയും കൂടിയാണ് ഞങ്ങൾക്ക് വിളമ്പി തന്നെ. അതുകൊണ്ട് ലാസ്റ്റ് അവർ കഴിച്ച്. അപ്പം ദേ കണ്ണമ്മ ഇരുന്ന് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് അവൻ എന്നെ നോക്കിയുണ്ട് എന്നെ ഞാൻ കാണിക്കുന്നതേ. അപ്പോൾ ദേ കണ്ണമ്മ കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കല്യാണിക്ക് ദേ ഇച്ചിരി ഓരോന്നും എടുത്ത് വായി വെച്ചുകൊണ്ട് കൊടുക്കുക. ദേ കല്യാണി അതും ഇതൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ ചില സമയമൊക്കെ ഭയങ്കര ദേഷ്യം വരും. അന്നേരം ദേ മുടി ഇങ്ങനെ പിടിച്ച് വലിക്കും. ഇപ്പോൾ കൊടുക്കാത്തതിനാണ് മുടി വലിക്കുന്നത്. അപ്പോൾ ദേ ഞാൻ കൊടുത്തു. അടുത്ത വായും കൊടുത്തു. അങ്ങനെ കുറേശ്ശെ എല്ലാത്തിനും ഇച്ചിരി അവൾക്ക് കൊടുത്തു. അതിന് ശേഷം പിന്നെ ഞാൻ ആയില്ലേ തന്നെ ഞാനും കഴിച്ചു. ലാസ്റ്റ് തന്നെ അമ്മമാർ 3 പേരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുക.